15,000 ആളുകളെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ഭയാനകമായ ആസൂത്രണങ്ങൾ നടത്തിയ ഫയാസ് പ്രേംജി എന്നയാൾ മുംബൈയിൽ പിടിയിലായി. മുഹറം ആഘോഷത്തിനിടെ വേദന സംഹാരികളാണെന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾക്ക് വിഷം കലർത്തിയ ഗുളികകൾ വിതരണം ചെയ്യാനായിരുന്നു ഇയാളുടെ നീക്കം. അപകടകരമായ സിങ്ക് ഫോസ്ഫേറ്റ് ഉപയോഗിച്ചാണ് ഇയാൾ ഗുളികകൾ തയ്യാറാക്കിയത്. ഈ ഗുളികകൾ കഴിച്ച 11 പേർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സൽമാൻ സയ്യിദ്, അലി അബ്ബാസ് എന്നിവർ തങ്ങൾക്ക് ലഭിച്ച വിറ്റാമിൻ ഗുളികകളാണെന്ന് കരുതിയാണ് കഴിച്ചത്. എന്നാൽ കഴിച്ച ഉടൻ തന്നെ അവർക്ക് ഛർദി അനുഭവപ്പെടുകയായിരുന്നു. ഇത്രയും വലിയ അളവിൽ ഗുളികകൾ വിതരണം ചെയ്യാൻ ഇയാൾ മറ്റുള്ളവരുടെ സഹായവും തേടിയിരുന്നു. ആളുകളെ സഹായിക്കുകയാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് ഗുളികകൾ വിതരണം ചെയ്യിപ്പിച്ചത്. ആരാണ് ഫയാസ് പ്രേംജി? പുണെയിലെ വിമൻ നഗർ സ്വദേശിയായ ഫയാസ് പ്രേംജി ഒരു പെയിന്റിംഗ് ബിസിനസ് നടത്തുകയാണ്. ഇയാൾ വിവാഹമോചിതനാണ്. കഴിഞ്ഞ 12 മാസത്തിനിടെ ഇറാനിലേക്കും ഇറാഖിലേക്കും ഇയാൾ 19 തവണ യാത്ര ചെയ്തിട്ടുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ മാതാവും സഹോദരിയും ഈ രാജ്യങ്ങളിലാണ് താമസം. ഇതിനോടൊപ്പം തന്നെ സ്വയം എക്സ് മുസ്ലിം, അതായത് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണെന്ന് ഇയാൾ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇസ്ലാമും മുസ്ലിമുകളും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ റൈറ്റ് വിങ് ആളുകളുടെ യൂട്യൂബ് ചാനലുകളിലും വേദികളിലും ഇയാൾ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിമുകളെ സൂക്ഷിക്കണം എന്നാണ് ഇയാൾ പൊതുവെ റൈറ്റ് വിങ് യൂട്യൂബ് ചാനലുകളിൽ ചെന്നിരുന്ന് പറയാറുള്ളത്. അത്രയ്ക്ക് വെറുപ്പാണ് ഇയാൾക്ക് മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമുകളോടുള്ളത്. മുംബൈയിലെ ഡോങ്കരിയിൽ ഒരു മുറി വാടകയ്ക്കെടുത്താണ് ഇയാൾ ഈ കൃത്യം ആസൂത്രണം ചെയ്തത്. ഓൺലൈനായി 50 കിലോ സിങ്ക് ഫോസ്ഫേറ്റും 30,000 ഒഴിഞ്ഞ ക്യാപ്സൂളുകളും ഇയാൾ ഓർഡർ ചെയ്തിരുന്നു. ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്താണ് ഓരോ ക്യാപ്സ്യൂളും ഏകദേശം 1 ഗ്രാം വീതം വിഷം നിറച്ചത്. ഇയാളുടെ മുറിയിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്ന വിഷവും ഏകദേശം 15,000 തയ്യാറാക്കിയ ഗുളികകളും പോലീസ് പിടിച്ചെടുത്തു. എന്താണ് ഈ സിങ്ക് ഫോസ്ഫേറ്റ്? കൃഷിഭൂമിയിൽ എലികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ വിഷമാണിത്. മനുഷ്യ ശരീരത്തിലെത്തിയാൽ ഇത് ഹൈഡ്രോക്ലോറിക്കുമായി പ്രവർത്തിച്ച് ഫോസ്ഫിൻ ഗ്യാസ് പുറത്തുവിടുകയും ഇത് ആന്തരിക അവയവങ്ങളെ തകർക്കുകയും ചെയ്യും. ഛർദി, വയറുവേദന, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ പെട്ടെന്ന് കണ്ടു തുടങ്ങും. ഗുരുതരമായ കേസുകളിൽ ഇത് ശ്വാസകോശം, ഹൃദയം, കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യാം. ഇയാളുടെ പിന്നിൽ വലിയൊരു തീവ്രവാദ ശൃംഖലയുണ്ടോ അതോ ഏതെങ്കിലും ബാഹ്യ ശക്തികളുടെ സഹായമുണ്ടോ എന്നറിയാൻ പോലീസ് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ രേഖകളും പരിശോധിച്ചു വരികയാണ്. ജൂൺ 27 മുംബൈയിലെ റഹ്മത്താബാദ് ഖർസ്ഥാനിന് സമീപത്തു നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. എക്സ് മുസ്ലിം എന്നത് നമ്മുടെ പുതിയ സമൂഹത്തിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കല്ല. മുസ്ലിം മതം അല്ലെങ്കിൽ ഇസ്ലാം മതം വിട്ട് പുറത്തു വരുന്ന നിരീശ്വരവാദികൾ സ്വയം പറയുന്നതാണ് എക്സ് മുസ്ലിം. പല എക്സ് മുസ്ലിങ്ങളും ആ മതത്തിനുള്ളിലെ കൊള്ളരുതായ്മകളെക്കുറിച്ച് വിളിച്ചു പറയാറുണ്ട്. പക്ഷേ അവരാരും തന്നെ അതിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ വെറുക്കുന്നില്ല. എന്നാൽ ഫയാസ് പ്രേംജിയെപ്പോലെ മുസ്ലിംകളെ അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിംകളെല്ലാം തന്നെ തീവ്രവാദികളാണെന്ന് പറയുന്ന എക്സ് മുസ്ലിങ്ങൾ നമ്മുടെ കേരളത്തിലുമുണ്ട്. ഫയാസ് പ്രേംജിയും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നതാണ് വാസ്തവം. മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന സാധാരണ മുസ്ലിംകൾക്കെതിരെ എന്നും വെറുപ്പ് പടർത്തുന്ന അത്തരം ഏത്തിസ്റ്റുകൾ കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അവർ മതത്തിൽ വിശ്വസിക്കുന്ന സാധാരണ മുസ്ലിമുകളെ കൊല്ലാൻ പോലും തയ്യാറാകും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫയാസ് പ്രേംജിയുടെ ഈ വാർത്ത.